ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ക്രോഷ്യ ഡിസൈനാണ്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ബേസിക്കായിട്ടുള്ള ക്രോഷ്യ സ്റ്റിച്ചസ് അറിയെങ്കിൽ ഇത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. ഇതുപോലെ കുറേ ഗ്രാനി സ്ക്വയർസ് തുന്നിയിട്ട് അതിനെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു മാറ്റ് പോലെയോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് പോലെയോ ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഇൻഡിവിജ്വലി യൂസ് ചെയ്യാം കോസ്റ്റേഴ്സ് പോലെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു സ്ലിപ്പ് നോട്ട് ചെയ്യുകയാണ്. സ്ലിപ്പ് നോട്ട് ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. വേറെ പല രീതിയിലും ആൾക്കാർ സ്ലിപ്പ് നോട്ട് ചെയ്യണത് കണ്ടിട്ടുണ്ട്. ഞാനെന്തോ ഇങ്ങനെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് എപ്പോഴും സ്ലിപ്പ് നോട്ട് ചെയ്യാറുള്ളത്. ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ 4 ചെയിൻസ് ചെയ്യും. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4. ഈ 4 ചെയിൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പുണ്ട്. ആ ഫസ്റ്റ് ലൂപ്പ് സെക്കൻഡ് ലൂപ്പിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. ബേസിക്കലി അത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ സർക്കിൾ പോലെ കിട്ടും. ഇനി ആ സർക്കിളിൻ്റെ മിഡിലുള്ള സ്പേസിൽ കൂടെയാണ് ബാക്കിയുള്ളത് നമ്മൾ ചെയ്യണത്. ഇനിയിപ്പോൾ നമ്മൾ നോർമലി 1, 2, 3, 4, 5, 6 സ്റ്റിച്ചസ് ചെയ്യുന്നുണ്ട്. 6 ചെയിൻസ് ചെയ്യുന്നുണ്ട്. 6 ചെയിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ, അത് ആ റിങ്ങിൻ്റെ മിഡിലിൽ കൂടെ ഹുക്ക് ഇട്ടിട്ട് 3 ഡബിൾ ക്രോഷ്യ ചെയ്യണേ. 1, 2, 3. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യേസ് നമ്മൾ ചെയ്തു. ഇനി 3 ചെയിൻസ് 1, 2, 3. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ 3 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുന്നുണ്ട്. 1. ആ ടെയിലുള്ളത് കൂട്ടി തുന്നാട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ അത് വല്ലാണ്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ല. 1, 2, 3. ഇനി വീണ്ടും 3 ചെയിൻസ് 1, 2, 3. ഇനി അഗൈൻ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ. 1, 2, 3. ഇനി 3 ചെയിൻ 1, 2, 3. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യണത് 2 ഡബിൾ ക്രോഷ്യാണ്. 1, 2. ഇനി നമ്മൾ ആ ഫസ്റ്റ് 6 ചെയിൻസ് ചെയ്തില്ലേ, ആ ചെയിൻസ് ചെയ്തതിൻ്റെ ഉള്ളിൽ പോയി കിടക്കുകയാണ്. അതിങ്ങനെ ഇതുപോലെ പുറത്തേക്ക് എടുത്തിട്ട് അതിൽ നമ്മൾ താഴെ നിന്ന് മൂന്നാമത്തെ സ്റ്റിച്ചിൽ താഴെ നിന്ന് മൂന്നാമത്തേലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. 1, 2, 3. തേർഡ് ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടിയും ആ ഗ്യാപ്പിലോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. 1. ഇനി നമ്മൾ 1 അഗൈൻ 6 ചെയിൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ.
സ്ക്വയർ ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? 4 കോർണേഴ്സ് ഉണ്ട്. 4 കോർണേഴ്സിൽ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഒരു സ്ക്വയർ ഷേപ്പ് പോലെയും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ കോർണേഴ്സിൻ്റെ കാണുന്ന ആ ഗ്യാപ്പിലോട്ടാണ് വർക്ക് ചെയ്യണത്. 6 ചെയിൻസ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യണം. 1 2 3. ഇനി ഒരു ചെയിൻ ചെയ്യാം, 1 ചെയിൻ. അത് കഴിഞ്ഞ് അടുത്ത കോർണറിലോട്ട് പോയി വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. കോർണറിൽ കാണുന്ന ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ വീണ്ടും ചെയ്യണം. 1 2 3. ഇനി നമ്മൾ 3 ചെയിൻസ് ചെയ്യേണ്ടത്. 1 2 3. 3 ചെയിൻസ് കഴിഞ്ഞാൽ ഈ സെയിം കോർണറിൻ്റെ തന്നെ ഗ്യാപ്പിലോട്ട് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഒരേ ഗ്യാപ്പിൽ 2 സെറ്റ് ഉണ്ട്. 3 ഡബിൾ ക്രോഷ്യയുടെ 2 സെറ്റ് ഉണ്ട്. 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പിൽ കാണാൻ പറ്റും 3 ഡബിൾ ക്രോഷ്യേൻ്റെ 2 സെറ്റ്. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെയിൻ 1 നെക്സ്റ്റ് ഗ്യാപ്പിലോട്ട് പോവുകയാണ്. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യണു. 1 2 3. ഇനി ചെയിൻ 3 1 2 3. ഇനി വീണ്ടും ആ സെയിം ഗ്യാപ്പിലേക്ക് 3 ഡബിൾ ക്രോഷ്യ വീണ്ടും ചെയ്യണം. 1 2 3. അപ്പോൾ എല്ലാ കോർണർ ഗ്യാപ്പിലും 3 ഡബിൾ ക്രോഷ്യയുടെ 2 സെറ്റ് ഉണ്ട്. ഇനി വീണ്ടും ഒരു ചെയിൻ 1 ചെയ്യും നമ്മൾ. അടുത്ത കോർണർ ഗ്യാപ്പ്, ആ ഗ്യാപ്പിൽ വീണ്ടും ഇതേപോലെ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 3 3 ഡബിൾ ക്രോഷ്യ. ടു ഡബിൾ ക്രോഷ്യ ആയിട്ട് തേർഡ് 1. ഇനി ചെയിൻ 3 1 2 3. വീണ്ടും ആ സെയിം ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യും. 1 2 3. ഇനി ലാസ്റ്റിലേക്കാണ് ജസ്റ്റ് ഒരു ചെയിൻ 1 ചെയ്യണം നമ്മൾ. ഇനി ഏറ്റവും നമ്മൾ തുടങ്ങി വെച്ച ഫസ്റ്റ് ഗ്യാപ്പ് ഒരു 6 ചെയിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഗ്യാപ്പിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 1 2 കഴിഞ്ഞു. 2 ഡബിൾ ക്രോഷ്യ ആ ഗ്യാപ്പിലോട്ട് ചെയ്യണ്ടു. ഇനി ആ 6 ചെയിൻസ് ചെയ്തിട്ടുള്ളതിൽ താഴത്തുനിന്ന് തേർഡ് ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നേരത്തെ റൗണ്ടിൽ ചെയ്ത പോലെ തന്നെ തേർഡ് ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യണു. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. വീണ്ടും ആ സെയിം ഗ്യാപ്പിലേക്ക് തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ചെയ്യണം. അപ്പോൾ സെക്കൻഡ് റൗണ്ടും കഴിഞ്ഞ് ഏകദേശം ഷേപ്പ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക്? വെച്ചാൽ ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കണം എന്ന് വെച്ചാൽ ഇത്രയും ചെറിയ ഗ്രാനി സ്ക്വയർ കൊണ്ട് അവസാനിപ്പിക്കാം കേട്ടോ.
ഇനി വീണ്ടും ചെയിൻ 6 1 2 3 4 5 6. ഇത് കഴിഞ്ഞാൽ വീണ്ടും സെയിം പോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 1 2 3. ത്രീ ഡബിൾ ക്രോഷ്യ ചെയ്തു. പിന്നെ ചെയിൻ 1 ചെയ്യണം. ഇനി നമ്മൾ ആ ഗ്യാപ്പ് മിഡിലിൽ കാണുന്ന ഗ്യാപ്പിലേക്ക്, കോർണറല്ല മിഡിലിൽ കാണുന്ന ഗ്യാപ്പ്, അതിലോട്ട് 3 ഡബിൾ ക്രോഷ്യ ചെയ്യും. 1 2 3. ചെയിൻ 1. ഇനി നെക്സ്റ്റ് കോർണർ സ്പേസിലേക്ക് എത്തി. അഗൈൻ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 3 3 ഡബിൾ ക്രോഷ്യ. അപ്പോൾ 1 ഡബിൾ ക്രോഷ്യ ആയി, 2 ഡബിൾ ക്രോഷ്യ, ഇനി 3, ഇനി ചെയിൻ 3 1 2 3. ആ സെയിം ഗ്യാപ്പിലേക്ക് 3 മോർ ഡബിൾ ക്രോഷ്യസ്. 1 2 3. കോർണർ കഴിഞ്ഞു. ഇനി ഒരു ചെയിൻ 1, അഗൈൻ മിഡിലിൽ കാണുന്ന സ്പേസിലോട്ടേക്ക് 3 ഡബിൾ ക്രോഷ്യസ്. 1 2 3. ഇനി നമ്മൾ നെക്സ്റ്റ് കോർണറിലേക്ക് പോവാം. ചെയിൻ 1 ചെയ്യണം. നെക്സ്റ്റ് കോർണറിൽ അഗൈൻ 3 ഡബിൾ ക്രോഷ്യ, 3 ചെയിൻസ്, 3 ഡബിൾ ക്രോഷ്യ. 2 ഡബിൾ ക്രോഷ്യ ആയി, 3. അത് കഴിഞ്ഞ് ചെയിൻ 3 ചെയ്യുക, 1 2 3. പിന്നെ വീണ്ടും ആ സെയിം ഗ്യാപ്പിലേക്ക് 3 ഡബിൾ ക്രോഷ്യസ്. 1 2 3. നെക്സ്റ്റ് സൈഡിലത്തെ വീണ്ടും മിഡിലിൽ കാണുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലോട്ടൊക്കെയാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. ചെയിൻ 1 ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് പിന്നെ 3 ഡബിൾ ക്രോഷ്യ മിഡിലിൽ കാണുന്ന സ്പേസിലോട്ട്. 1 2 3. ഇനി വീണ്ടും ചെയിൻ 1 ചെയ്യണം. അത് കഴിഞ്ഞ് അഗൈൻ അടുത്ത കോർണർ സ്പേസിലോട്ട് എത്തി. കോർണറിൽ വീണ്ടും സെയിം പോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 3 3 ഡബിൾ ക്രോഷ്യ. ഇനി ലാസ്റ്റ് സൈഡിലെ മിഡിൽ സ്പേസിലേക്കാണ് ചെയിൻ 1 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 1 2 3. അത് കഴിഞ്ഞ് ചെയിൻ 1,
പിന്നെ നമ്മുടെ 6 ചെയിൻസ് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഗ്യാപ്പിലേക്ക് ഫസ്റ്റ് കോർണർ ഗ്യാപ്പ് 2 ഡബിൾ ക്രോഷ്യം കൂടിയും ചെയ്താൽ മതി. 1 2 2 ചെയ്താൽ മതി. ഞാൻ ഒരെണ്ണം കൂടി അറിയാണ്ട് ചെയ്യാൻ പോയത്. 2 ചെയ്തു. ഇനി ആ 6 ചെയിൻസ് നമ്മൾ എടുത്തിട്ട് താഴത്തുനിന്ന് 1 2 3 തേർഡ് ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 1 2 3 ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് അഗൈൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണേ. ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ആ ഗ്യാപ്പിലേക്ക് എടുത്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ചെയ്യാം. Again 6 chains 1 2 3 4 5 6. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷേപ്പ് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് റൗണ്ടാണ്. ഇനി നമ്മൾ ഫസ്റ്റ് കോർണറിലേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യും. 1 2 3 ചെയിൻ 1. അത് കഴിഞ്ഞാൽ ഇതിൽ സ്പേസ് 2 സ്പേസ് ഉണ്ട്. കോർണർ എത്തണേക്കാട്ടും മുന്നത്തെ റൗണ്ടിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിൽ 2 ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ രണ്ടിലേക്ക് നമ്മൾ 3 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഗ്യാപ്പിലേക്ക് 1 2 3 3 ഡബിൾ ക്രോഷ്യ ചെയ്തു ഫസ്റ്റ് ഗ്യാപ്പിലേക്ക്. ചെയിൻ 1. ഇനി നെക്സ്റ്റ് ഗ്യാപ്പിലേക്ക് വീണ്ടും സെയിം 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്തു കൊടുക്കണം. 1 2 3 3 ഡബിൾ ക്രോഷ്യ ചെയ്തു അടുത്ത ഗ്യാപ്പിലേക്ക്. ഇനി നെക്സ്റ്റ് കോർണറിലേക്ക് ചെയ്യാം കേട്ടോ. ചെയിൻ 1 ചെയ്യാൻ മറക്കരുത്. ചെയിൻ 1 ചെയ്തിട്ട് കോർണറിലോട്ട് 3 ഡബിൾ ക്രോഷ്യ. ചെയിൻ 3 3 ഡബിൾ ക്രോഷ്യ. 1 2 3 ചെയിൻ 3 1 2 3 വീണ്ടും 3 ഡബിൾ ക്രോഷ്യ സെയിം കോർണർ സ്പേസിലേക്ക്. 1 2 3 ചെയിൻ 1. ഇനി നെക്സ്റ്റ് ഇതേപോലെ ഗ്യാപ്സ് 2 ഗ്യാപ്പ് ഉണ്ട്. രണ്ടിലേക്ക് നമ്മൾ 3 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്യണം. 1 2 3 ചെയിൻ 1. വീണ്ടും 1 2 3 ചെയിൻ 1. നെക്സ്റ്റ് നമ്മൾ അടുത്ത കോർണർ എത്തി. സെയിം തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 3 3 ഡബിൾ ക്രോഷ്യ. ഇനി നമ്മൾ ഗ്യാപ്പ് സൈഡിലത്തെ ഫസ്റ്റ് ഗ്യാപ്പിലോട്ട് 3 ഡബിൾ ക്രോഷ്യ.
അത് കഴിഞ്ഞാൽ ചെയിൻ 1, വീണ്ടും നെക്സ്റ്റ് ഗ്യാപ്പിലേക്ക് 3 ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് കോർണർ എത്തിയിട്ടോ നമ്മൾ ചെയിൻ 1 ഇട്ടിട്ട് കോർണറിലേക്ക് യൂഷ്വലി കോർണർ ചെയ്യണ പോലെ തന്നെ 3 ഡബിൾ ക്രോഷേ, ചെയിൻ 3, 3 ഡബിൾ ക്രോഷേ. ചെയിൻ 1 ചെയ്യുക, കോർണർ കഴിഞ്ഞാൽ പിന്നെ അഗൈൻ അടുത്ത ഗ്യാപ്പിലേക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യണം, ചെയിൻ 1. നെക്സ്റ്റ് ഗ്യാപ്പിലേക്ക് അഗൈൻ സെയിം 3 ഡബിൾ ക്രോഷേ, ചെയിൻ 1. ഇനി നമ്മൾ ലാസ്റ്റ് കോർണർ സ്പേസ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ ചെയിൻ 6 ചെയ്തിട്ടില്ലേ, ആ സ്പേസിലേക്ക് തന്നെ നമ്മൾ ഒരു 2 ഡബിൾ ക്രോഷയും കൂടി ചെയ്ത് കൊടുക്കുകയാണ്. 1 2 2 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുത്തു. പിന്നെ തേർഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരാം, സ്ലിപ്പ് സ്റ്റിച്ച് പോലെ. ഇനി നമുക്ക് യാൺ കട്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടി പോലെ ചെയ്തിട്ട് കട്ട് ചെയ്യാം നമുക്ക് യാൺ. ആ ത്രെഡ് പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടൈറ്റ് ആയിക്കോളും. പിന്നെ ഞാൻ യൂഷ്വലി ആ ടെയിൽ ബാക്കിൽ എവിടെയെങ്കിലും ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുക പതിവ്. ചിലർ അത് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിതുപോലെ എവിടെയെങ്കിലും ഗ്യാപ്പിൽ അത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കും. പിന്നെ കുറേ വലിയ ടെയിലൊക്കെ എന്ന് വെച്ചാൽ എക്സ്ട്രാ കട്ട് ചെയ്ത് കളയാറുണ്ട് കേട്ടോ. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയും. ഇതാ ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട്. ഇതാണ് ഒരു സിമ്പിൾ ഗ്രാനി സ്ക്വയർ. ഞാനൊരു യെല്ലോവും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു.